ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾക്ക് കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം എല്ലാം കൂടി ഒപ്പിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇത്താത്താൻ്റെ ഡ്രസ്സാട്ടോ. അപ്പോൾ ഇവളാണ് എൻ്റെ ഇത്താത്ത, സിനു എന്ന് പറയും. അപ്പോൾ അവളുടെ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ആ മുടി സാധാരണ ഇങ്ങനെ കെട്ടുക, ഒരു സൈഡ് പഫൊക്കെ ഇട്ടിട്ട് ബോ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ബോ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എൻവൈബയുടെ ഇത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെതാ അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കോമ്പാക്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ഒന്നതാക്കി കൊടുത്തു. അപ്പോൾ അത് ഗൈസ്, എൻ്റെ കമ്മലല്ല ഡ്രസ്സിൽ കാണാൻ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ താത്താനേന്ന് വെല്ലം മൾട്ടിയതാട്ടോ. അപ്പോഴാണ് എനിക്കൊരു സാധനം കൈവിട്ട് പോയത്, BB ക്രീം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് തേക്കേണ്ടത്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൺസിലറായിട്ട് അങ്ങനെ അടിയിലിട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്തു. കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ആയിക്കോളെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ലിപ്സ്റ്റിക്ക് അത്ര മാച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാനിത് ബ്ലഷായിട്ട് യൂസ് ചെയ്തു. ബ്ലഷൊക്കെ ഇട്ട ശേഷം നേരെ മേലേക്ക് പോകുന്നതാണ്. അപ്പോൾ മേലേക്ക് വന്നപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഹൈലൈനർ ഞാൻ എഴുതിയിട്ട് വരാം. എനിക്ക് ഹൈലൈനർ മിററിൽ നോക്കിയിട്ട് എഴുതാനേ അറിയുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം ഇപ്പോൾ ബ്ലഷ് തീരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ബ്ലഷൊക്കെ പോയിട്ടോ. ബ്ലഷ് ലൈറ്റായിട്ട് ആട്ടിന്ന്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അതായിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല കേട്ടോ. ലാസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒലിച്ച് പോകും കേട്ടോ. അപ്പം നല്ല വെയിലാണ് പുറത്തിപ്പോൾ, മഴ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒലിച്ച് പോകും. അങ്ങനെ തട്ടൊക്കെ ഇട്ട് സെറ്റാക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ തട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമുക്ക് മറിയം തേച്ച് കൊടുക്കാം കേട്ടോ. മറിയം ക്രീം ഞാൻ കയ്യിലൊക്കെ നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷനും കോമ്പാക്റ്റും നല്ലതും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തേച്ച് കൊടുത്തു. കഴുകണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ തേച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ചപ്പൽസ് ഇടണമല്ലോ. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഹീലിട്ടത്. അങ്ങനെ ഓഡിറ്റോറിയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ വലിയ വണ്ടിയായിട്ടുള്ള ഇന്നോവയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും കൊള്ളിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ് ചെയ്യാണ്. ഇതാണ് മുട്ടിക്കാടുള്ള റോയൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓഡിറ്റോറിയമാണ്. നല്ല ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയമാണ്. എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഓഡിറ്റോറിയം എല്ലാം ഉള്ളിൽ സൗകര്യമുണ്ട്. പിന്നെ അതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ കണ്ണി കാണുന്നത് വെൽക്കം ഡ്രിങ്ക് ആണ്. എന്താ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. വാട്ടർ മെലോണാണ് ഞാൻ കുടിച്ചത്. ബാക്കി എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ കളർ ഞാൻ ഒന്നും കുടിച്ചില്ല. ഞാൻ വാട്ടർ മെലൺ കുടിച്ചിട്ട് നേരെ ഹാളിലോട്ട് കയറി. നമ്മളെ മെയിൻ സെക്ഷൻ ഇവിടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാളിലെത്തിയപ്പോൾ അവർ നേരെ ഫുഡ് തിന്നാൻ വിട്ടു. ബിരിയാണി മന്തി അങ്ങനെ എന്തോ ആയിരുന്നു. സാദാ ചോറുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബിരിയാണി മന്തി ചെറിയ ടേസ്റ്റൊക്കെ നോക്കി. ഉമ്മച്ചി ആട്ടെ വീഡിയോ എടുക്കുന്നത്. ഉമ്മച്ചി പോയിട്ട് ജിലേബി എടുത്തു. പക്ഷെ ഞാൻ ജിലേബി കണ്ടു, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഒരു പൊടി ആൾക്കാരുണ്ടായിട്ടില്ലായിരുന്നു. അതാണ് ഇങ്ങനെയൊക്കെ ഇട്ട് നല്ല വൃത്തിന്. കുറച്ച് ആൾക്കാരൊക്കെ നല്ല കൂടി വരും. പിന്നെ ഇതൊന്നും കാണൂല. കുട്ടികളൊക്കെ വാരി വലിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വേഗം പോയിട്ട്
കുറച്ചൊക്കെ തന്നു. പക്ഷെ മധുരം അത്രണ്ട് പറ്റൂലല്ലോ ആർക്കായാലും. ഉമ്മ തട്ടിമുട്ടിയൊക്കെ വീഡിയോ എടുക്കുന്നതാണ്. സോറി, ക്ഷമിക്കണം. അങ്ങനെ നല്ല മുട്ടിപ്പാട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊപ്പം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. മുട്ടിപ്പാട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. മാപ്പിളപ്പാട്ടായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മുട്ടിപ്പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ് നമ്മൾ. അങ്ങനെ കുറേ നേരം മുട്ടിപ്പാട്ടൊക്കെ കേട്ട ശേഷം ഞങ്ങൾ നേരെ എവിടേക്ക് വിട്ടു? പെണ്ണിൻ്റെ കൂടെ വിട്ടു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ മദേഴ്സ് ഓഡിറ്റോറിയമാണ്. അങ്ങനെ BMW അവർ വന്നത്. അവിടുന്ന് പിന്നെ കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ അവരെ മുഖം ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ഇത്താത്ത. ചെക്കൻ്റെ ഇത്താത്തയാണ് പോയത് കേട്ടോ. ഇപ്പം വണ്ടി കേച്ചിലായത് അതാണ്. അനന്ത പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും പാട്ടുണ്ടായിരുന്നു കേട്ടോ, മുട്ടിപ്പാട്ട്. അങ്ങനെ കയറുമ്പോൾ മുട്ടിപ്പാട്ടുണ്ടാവണ ഒരു ഹൈലൈറ്റല്ലോ. അങ്ങനെ കയറുമ്പോൾ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ് നമ്മളെ വീഡിയോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പിക്ചേഴ്സ് എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ റോസ് ഡ്രസ്സിട്ട് എൻ്റെ മൂത്താത്ത, ആ ബ്ലാക്ക് ഡ്രസ്സിട്ട് എൻ്റെ രണ്ടാമത്തെ ആത്ത, ആ ഗ്രീൻ ഡ്രസ്സിട്ടത് എൻ്റെ മൂന്നാമത്തെ ആത്ത, പിന്നെ ഞാനാണ്, പിന്നെ എൻ്റെ ഉമ്മ. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.